മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ സാക്ഷാൽ ക്യാപ്റ്റൻ അമേരിക്ക ആയ ക്രിസ് ഇവാൻസ് ഒരു ആക്ടർ മാത്രമല്ല, ഒരു ഡയറക്ടർ, പിന്നെ ഒരു തിയേറ്ററിക്കൽ ആക്ടറും കൂടിയാണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ട്രിവിയ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ഈ ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ ഓഫർ വന്നപ്പോൾ അദ്ദേഹം അത് റിജക്ട് ചെയ്തു എന്നുള്ള കാര്യമാണ്. അതിനുശേഷം റോബർട്ട് ഡോണി ജൂനിയർ നിർബന്ധിച്ചപ്പോൾ മാത്രമാണ് ആ ക്യാരക്ടർ അദ്ദേഹം ഏറ്റെടുത്തത് എന്ന് പല ഇന്റർവ്യൂസിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാനുള്ളതുപോലെ ഈ വീഡിയോ ഞാൻ പറയുന്ന തെളിവുകളും പഠനങ്ങളും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. 1981 ജൂൺ മാസം അമേരിക്കയിലെ മസാച്യൂസെറ്റ്സ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ക്രിസ് ഇവാൻസ് ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഒരു പ്രൊഫഷണൽ ആത്ലീറ്റോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സോ അല്ലായിരുന്നു. എന്നാൽ കോക്കേഷ്യൻ ജനറ്റിക്സ്, അതായത് അമേരിക്കൻ ഐറിഷ് ജനറ്റിക്സ് ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ബ്ലാക്ക് ജനറ്റിക് ഉള്ള ആളിനേക്കാൾ മസിൽ ബിൽഡിംഗ് കേപ്പബിലിറ്റി കുറച്ച് കുറവായിരിക്കും. എന്നാൽ ഏഷ്യൻസിനേക്കാൾ മസിൽ ബിൽഡിംഗ് കേപ്പബിലിറ്റി കുറച്ച് കൂടുതലായിരിക്കും എന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രോഗ്രഷനെ കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ നമുക്ക് അദ്ദേഹത്തിന്റെ പാസ്റ്റ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. 1997 പുറത്തു വന്ന ബയോഡൈവേഴ്സിറ്റി വൈൽഡ് അബൌട്ട് ലൈഫ് എന്ന് പറയുന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ ഡെബ്യൂ മൂവി. ആ സിനിമയിലെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് ഒരു ആവറേജ് ടീനേജറിന്റെ ഫിസിക് തന്നെയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഈ 1997 മൂവിയിലെ റോൾ ഒരു അൺക്രെഡിറ്റഡ് റോൾ ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ക്രെഡിറ്റഡ് റോൾ വരുന്നത് 2000 ഓപ്പോസിറ്റ് സെക്സ് എന്ന് പറഞ്ഞ മൂവിയിലാണ്. ആ മൂവിയിലെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം വളരെ ലീനാണ്, മസിൽ മാസ് വളരെ കുറവാണ്, എന്നാൽ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് വളരെ കുറവായിരുന്നു. അതായത് ഒരു 15 മുതൽ 18% വരെ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അനുമാനം. ശേഷം 2001 പുറത്ത് വന്ന നോട്ട് അനദർ ടീം മൂവി എന്ന് പറയുന്ന സിനിമയിലെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ ഫിസിക്കിന് സ്ലൈറ്റ് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത് അദ്ദേഹത്തിന് ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ആയിരുന്നു അപ്പോൾ തന്നെ ഉണ്ടായിരുന്നത്. മാത്രമല്ല, അപ്പോൾ തന്നെ അദ്ദേഹം വെയിറ്റ് ട്രെയിനിങ് സീരിയസ് ആയി എടുത്തു തുടങ്ങിയിരുന്നു എന്നുള്ള കാര്യമാണ്. മിഡ് 2000s, അതായത് 2004 പുറത്തു വന്ന സെല്ലുല എന്ന് പറഞ്ഞ മൂവിയിലെ ഫോട്ടോസോ അല്ലെങ്കിൽ 2005 പുറത്തു വന്ന ഫാന്റാസ്റ്റിക് 4 എന്ന് പറഞ്ഞ മൂവിയിലെ ഫോട്ടോസോ ലണ്ടൻ എന്ന് പറഞ്ഞ മൂവിയിലെ ഫോട്ടോസോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ ഫിസിക് നല്ലോണം ഇംപ്രൂവ് ആയിട്ടുണ്ടെന്നും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മസിൽ മാസ് നല്ലോണം കൂടിയിട്ടുണ്ട് എന്നും കൂടിയാണ്. ഇതിന് പ്രോബബ്ലി കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ന്യൂബി ഗെയിംസ് ആയിരിക്കും. ഒരാൾ ട്രെയിൻ ചെയ്ത് തുടങ്ങുന്ന ആദ്യത്തെ 4 മുതൽ 5 വർഷത്തോളം അയാൾക്ക് നന്നായി മസിൽ മാസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ സ്വന്തം ഫിസിക് നന്നായി ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ന്യൂബി ഗെയിംസ് എന്ന് വിളിക്കാറുള്ളത്. 2007 പുറത്ത് വന്ന ഫാന്റാസ്റ്റിക് 4 ദ റൈസ് ഓഫ് ദി സിൽവർ സർഫർ എന്ന് പറഞ്ഞ മൂവിയിലെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ മസിൽ മാസ് കുറച്ചുകൂടെ ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് അദ്ദേഹം ട്രെയിൻ ചെയ്ത് തുടങ്ങി ഒരു 8-9 കൊല്ലം ആയിട്ടുണ്ടെന്നും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജനറ്റിക് പൊട്ടൻഷ്യൽ എത്തിച്ചേരാനായിട്ടുണ്ട് എന്നും കൂടിയാണ്. ശേഷം 2010 പുറത്ത് വന്ന ദ ലൂസേഴ്സ് എന്ന് പറഞ്ഞ മൂവിയോ അല്ലെങ്കിൽ 2011 പുറത്ത് വന്ന പഞ്ചർ എന്ന് പറഞ്ഞ മൂവിയിലോ ഒക്കെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ ബേസ് ലൈനെ റിസംബിൾ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയ ആ മൂവിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. 2011 പുറത്ത് വന്ന ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവെഞ്ചർ എന്ന് പറഞ്ഞ മൂവി. ഈ മൂവിയിലെ സീൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ആദ്യം അവർ അദ്ദേഹത്തിനെ കാണിച്ചിട്ടുള്ളത് വളരെ ലീനായിട്ടാണ്, അതായത് ഒട്ടും മസിൽ മാസ് ഇല്ലാതെ എല്ലു മനുഷ്യനെ പോലെയാണ്. ശേഷം വരുന്ന സീനിൽ അദ്ദേഹത്തിനെ ഒരു പോഡിൽ കിടത്തുന്നതായിട്ടും കുറച്ചു നേരം കഴിഞ്ഞ് ആ പോഡ് തുറക്കുമ്പോൾ അദ്ദേഹത്തിന് ഒത്തിരിയധികം മസിൽ മാസ് കൂടുതലായിട്ടുമാണ് ആ സിനിമയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് കണ്ടിട്ടാണ് ഒത്തിരിയധികം ആൾക്കാർ ഇന്റർനെറ്റിൽ പറയാറുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സിനിമയിൽ CGI ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. CGI ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന് മസ്കുലറായി കാണിക്കാൻ വേണ്ടി CGI ഉപയോഗിച്ചു എന്നായിരിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ CGI ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിനെ ലീനാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. There were a few shots of Chris skinny, gets onto a table, goes into the pod opens up, reveals the muscles, and the people I was showing to, how did you add those muscles? That was amazing. What's that effect? How did you add those muscles? And I went, that's not the effect. The effect is the skinny version. They go, really? MS ധോണി എന്ന് പറഞ്ഞ മൂവിയിൽ എങ്ങനെയാണോ ധോണി ക്രിക്കറ്റ് കളിക്കുന്ന സീനുകളിൽ അദ്ദേഹത്തിന്റെ ഫേസ് മാറ്റി സുശാന്ത് സിംഗ് രാജ്പൂത്തിന്റെ ഫേസ് മോർഫ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ ഒരു ലീൻ പേഴ്സന്റെ ഫേസ് മാറ്റി ക്രിസ് ഇവാൻസിന്റെ ഫേസ് മോർഫ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഈ സീൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി മറ്റു ചിലർ പറയുന്നത് പോഡ് തുറക്കുന്ന സീനിൽ അദ്ദേഹത്തിന് നേരത്തെ ഉള്ളതിനേക്കാൾ മസിൽ മാസ് ഒത്തിരിയധികം കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സീൻ കാണുമ്പോൾ അദ്ദേഹത്തിന് മസിൽ കൂടിയതായിട്ട് തോന്നും എന്നുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വെയിൻസ് ഒന്നും വിസിബിൾ അല്ല, അതേപോലെ തന്നെ അദ്ദേഹത്തിന് ആബ് ഇൻസൾട്ട്സ് ഒന്നും വിസിബിൾ അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ആ സമയം ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറച്ച് നന്നായി കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ്. ഇതിനെല്ലാം കൂടെ തന്നെ ഒരു പെർഫെക്റ്റ് ഡൗൺ ലൈറ്റിംഗ് കണ്ടീഷനും പെർഫെക്റ്റ് ക്യാമറ ആംഗിൾസും ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒത്തിരി അധികം മസ്കുലറായി നമുക്ക് തോന്നുന്നത്.
ഈ സിനിമയിലെ മറ്റുള്ള സീൻസിലെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ ബേസ് ലൈനിനെ തന്നെ റിസംബിൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ്. ഇതിന് ശേഷം പുറത്തു വന്ന 2012 അവഞ്ചേഴ്സും അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണോ, 2015 പുറത്തു വന്ന ക്യാപ്റ്റൻ അമേരിക്ക ദ സിവിൽ വാറോ, അല്ലെങ്കിൽ 2019 പുറത്തു വന്ന നൈവ്സ് ഔട്ടോ, 2022 പുറത്തു വന്ന ഗ്രേ മാനോ ഒക്കെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ ബേസ് ലൈൻ തന്നെ റിസംബിൾ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ്. ഇത്രയും നേരം നമ്മൾ ക്വാളിറ്റേറ്റീവായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ക്വാണ്ടിറ്റേറ്റീവായി കൂടി ഈ കാര്യം നോക്കാം. സോ ലെറ്റ്സ് റൺ ദ നമ്പേഴ്സ്. വീഡിയോയിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ക്രിസ് ഇവാൻസിന്റെ പ്രോഗ്രഷൻ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ ലീനിയർ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുന്ന മൂവിയിലെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് CGI ആണ് എന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ ഇനി FFMA വാല്യൂ മാത്രമേ ബാക്കിയുള്ളൂ. അദ്ദേഹത്തിന്റെ ഏജ് എന്ന് പറയുന്നത് 1981 ജൂണിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഈ വീഡിയോ ഇറങ്ങുന്ന ദിവസം അദ്ദേഹത്തിന് 42 വയസ്സാണ്. അദ്ദേഹത്തിന്റെ ട്രെയിനിങ് എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏർലി 2000s നിന്ന് തന്നെ അദ്ദേഹം ട്രെയിൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് 20+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നെറ്റിൽ നിന്നും തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയത് 1.83 മീറ്റേഴ്സ് എന്നുള്ളതാണ്, അതായത് 183 സെന്റിമീറ്റേഴ്സ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി 85 കിലോഗ്രാം ആണ്. ഇതും നെറ്റിൽ നിന്നും കിട്ടിയ വാല്യൂ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ലേറ്റസ്റ്റ് ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 9 to 10% ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് എൻ്റെ അനുമാനമാണ്, ഒരു എസ്റ്റിമേറ്റ് ആണ്. പ്രോബ്ലി കുറച്ച് അപ്പുറത്തോ ഇപ്പുറത്തോ ആയിരിക്കാം. എന്നാലും ബ്രോഡ് അപ്രോക്സിമേറ്റ് ആയി നമുക്ക് 10% ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാറ്റ് ഫ്രീ മാസ് അല്ലെങ്കിൽ FFM നമുക്ക് കണ്ടുപിടിക്കാം. ഒരാളുടെ ഫാറ്റ് ഫ്രീ മാസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ വെയിറ്റ് ഇൻറ്റു 1 - ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ചെയ്താൽ മതി. അപ്പോൾ ഈ കേസിൽ 85 ഇൻറ്റു 1 - 0.1 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന്റെ ഫാറ്റ് ഫ്രീ മാസ് കിട്ടും. അതെന്ന് പറയുന്നത് 76.5 ആണ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഫാറ്റ് ഫ്രീ മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ FFMI കണ്ടുപിടിക്കാം. FFMI കണ്ടുപിടിക്കാൻ ഈ FFM വാല്യൂ ഡിവൈഡഡ് ബൈ ഹൈറ്റിന്റെ സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ ഈ കേസിൽ 76.5 ഡിവൈഡഡ് ബൈ 1.83 സ്ക്വയർ ചെയ്താൽ മതി. ഈ വാല്യൂ എന്ന് പറയുന്നത് 22.6 ആണ് എന്നാണ് കിട്ടുന്നത്. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ മതി. അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു ബോഡി നിങ്ങളെയും എന്നെയും പോലെയുള്ള ഒരു സാധാരണക്കാരനെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയുടെ കീ ടേക്ക് അവേ. ഓൾറൈറ്റ്, ഇതിനു മുന്നേ പല സെലിബ്രിറ്റീസിന്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പരം, നിങ്ങളുടെ ആവറേജ് മല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.